നാദാപുരം നിയോജക മണ്ഡലത്തിൽപ്പെട്ട മരുതോങ്കര നെല്ലിക്കുന്നിൽ LDF UDF സംഘർഷം. ഇരു കൂട്ടർക്കും പരിക്കേറ്റു. ഒരു വനിത അടക്കം 6 UDF പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 6 CPM പ്രവർത്തകർക്കും പരിക്കേറ്റു. അബ്ദുൽ ജലീൽ, മുനീർ KT, ജീവൻസ് പ്രകാശ്, അജീർ KT പ്രകാശ്, അജ്നാസ് മഠത്തിൽ എന്നീ UDF പ്രവർത്തകർക്കാണ് പരിക്കേറ്റത്. UDF സ്ഥാനാർത്ഥി അഭിജിത്ത് വിജയിച്ചതിന്റെ ആഹ്ലാദ പ്രകടനം നടത്തുന്നതിനിടെയാണ് സംഘർഷമുണ്ടായത്. LDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തവരെ ആക്രമിക്കുകയായിരുന്നുവെന്ന് UDF പ്രവർത്തകർ പറഞ്ഞു. മരുതോങ്കര പഞ്ചായത്തിലെ പശുക്കടവ് സെൻട്രൽ മുക്കിൽ UDFന്റെ വിജയാഹ്ലാദം നടന്നു വരുമ്പോൾ അവിടെ വെച്ചിട്ട് CPMന്റെ ഗുണ്ടകൾ ഈ വിജയാഹ്ലാദം തടയുകയും CPMന്റെ കൊടികൾ നടുറോഡിൽ വെച്ചാണ് സ്ത്രീകളടക്കമുള്ള ചെറിയ കുരുന്നുകളടക്കമുള്ള വിദ്യാർത്ഥികളടക്കമുള്ള ആളുകളെ UDFന്റെ വിജയാഹ്ലാദം തടഞ്ഞത്. അപ്പോൾ ഞങ്ങളൊക്കെ ഇടപെട്ട് വളരെ സംയമനത്തോടുകൂടി അത് ഒഴിവാക്കുകയും ശേഷം അത് നെല്ലിക്കുന്നാണ് അത് ആരംഭിച്ചത്. അവിടെ തന്നെ അത് സമാപിക്കുന്ന നേരത്ത് മരുതോങ്കരയിലുള്ള CPMന്റെ ഗുണ്ടകളായിട്ടുള്ള കാപ്പാപ്രതി ഷിജിത്ത് അടക്കമുള്ള ആളുകളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് മാരകമായ രീതി UDFന്റെ പ്രവർത്തകരെ ആക്രമിക്കുകയാണ് ഉണ്ടായത്. മാരകമായി എന്നിട്ട് അബ്ദുൽ ജലീൽ എന്ന ചെറുപ്പക്കാരൻ നിന്ന് മാരകമായ ചെവിയുടെ കർണപടം പൊട്ടിയിട്ടുണ്ട്. അതുപോലെ ഹാർട്ടിന് തയ്യാറായിട്ടുണ്ട്. അങ്ങനത്തെ മാരകമായ വിഷയം വന്നിട്ട് മെഡിക്കൽ കോളേജിൽ റെഫർ ചെയ്തിട്ടുണ്ട്. വളരെ പല്ല് കഴിഞ്ഞിട്ടുണ്ട്. മാരകമായ UDFന്റെ പ്രവർത്തകർ പൂർണ്ണമായ സംയമനം പാലിപ്പിച്ചതാണ്. ഒരു പ്രയാസം ഉണ്ടാക്കാതെ നേരത്തെ ഏത് രീതിയിലാണോ ഇതിനെ വിജയാഹ്ലാദം തടയുക എന്ന ഉദ്ദേശത്തോടെ റോഡിൽ നിന്ന് തടഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ ഇടപെട്ടിട്ട് അത് ഒഴിവാക്കുകയും പിന്നീട് ഇവർ സംഘടിച്ചിട്ട് ഇവർ വീട്ടിലേക്ക് പിരിഞ്ഞു പോകുന്ന സമയത്ത് ഇവർ സംഘടിച്ച് വന്നിട്ട് ഈ ആളുകളെ തടഞ്ഞു. അതോടൊപ്പം ജീവൻസ് പ്രകാശ് എന്ന് പറഞ്ഞ സ്ത്രീയെ അടക്കം അവിടുത്തെ മെമ്പർ ആളാണ്. അവരൊക്കെ ഇത് മാറ്റിക്കൊടുക്കും. അവരെയൊക്കെ അകാരണമായ രീതിയിൽ ആക്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ കയ്യിലുള്ള 10,000-5,000 രൂപയും ഇവർ മോഷ്ടിച്ചിട്ടുണ്ട്. അടിയന്തരമായിട്ട് ഇത്രയും ഗുണ്ടകളെ, പ്രത്യേകിച്ച് കാപ്പാപ്രതികളടക്കം ഈ തെരഞ്ഞെടുപ്പ് വളരെ ഗൗരവത്തിൽ കളക്ടറുകളടക്കം ആളുകൾ ഇത് വളരെ ഗൗരവത്തിൽ കണ്ടപ്പോൾ കാപ്പാപ്രതിക്ക് പോലും ഈ നാട്ടിൽ അഴിഞ്ഞാടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത് വളരെ ഗൗരവമാണ്. പോലീസിൻ്റെ ശ്രദ്ധയിൽ നേരത്തെ സെൻട്രൽ മുക്കിൽ 1 മണിക്ക് ഈ പ്രശ്നമുണ്ടായപ്പോൾ ഞങ്ങളത് ശ്രദ്ധയിൽപ്പെടുത്തി. പക്ഷേ നെല്ലിക്കുന്ന് ഭാഗത്ത് അവർ വന്നു പോയിട്ട് എന്നല്ലാതെ വേണ്ട രീതിയിൽ ശ്രദ്ധ കൊടുത്തിട്ടില്ല. അടിയന്തരമായി ഈ പ്രതികളെ ഈ നാട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ UDF ഇവരെ മുഴുവൻ ആളുകളെ അറസ്റ്റ് ഇന്നു മുതൽ ഉള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കും. അടിയന്തരമായ ചികിത്സയും കാര്യങ്ങളും ഇവരുടെ കാര്യത്തിൽ ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുന്നത്. പരിക്കേറ്റ 5 UDF പ്രവർത്തകരെ കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിലും ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. CPM പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട്. ബിനീഷ് ചേടിക്കാവിൽ എന്നയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മനു പെരുന്താറ്റിക്കുനി, വാസു പെരുന്താറ്റിക്കുനി, ഗിരീഷ് കുഞ്ഞിപ്പറമ്പത്ത്, അരുൺ വള്ളിപ്പറമ്പിൽ, ഗിരീഷ് കുഞ്ഞിപ്പറമ്പത്ത് എന്നിവരെ പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയായിരുന്ന പ്രവർത്തകരെ പ്രകടനമായി എത്തിയ UDF പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് LDF നേതാക്കൾ പറയുന്നത്. സംഭവത്തിൽ തൊട്ടിൽപാലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കേരളത്തിലുണ്ടായ UDFിനുണ്ടായ അതിശക്തമായ വിജയം കാരണം കേരളത്തിലെ 10 വർഷക്കാലം ഭരിച്ച ഇടതുപക്ഷത്തിനെതിരെയുണ്ടായ ജനവികാരം, അതാണ് 102 വോട്ടിൽ UDF ജയിച്ചത്. അതേപോലെ തന്നെ നാദാപുരത്ത് 56 വർഷക്കാലത്തിനിടെ UDF ജയിച്ചിട്ടില്ല. അവിടെ LDFന് ചരിത്രത്തിൽ കിട്ടാത്ത ഭൂരിപക്ഷത്തോടുകൂടിയാണ് അഭിജിത്ത് ജയിച്ചത്. അതിൻ്റെ ഭാഗമായി സ്വാഭാവികമായി UDF പ്രവർത്തക ആഹ്ലാദ പ്രകടനം നടത്തും. സ്വാഭാവികമാണ്. 55 കൊല്ലം മുട്ടി നിന്നൊരു പ്രയാസം അവരുടെ മുള്ളിൽ ഒതുക്കിക്കൊണ്ടു പോകുന്ന സമയത്ത് വരുന്ന ഒരു ആഹ്ലാദ പ്രകടനം. ആ പ്രകടനം മരുതോങ്കര പഞ്ചായത്തിലെ നെല്ലിക്കുന്ന് കവലയിലെത്തുമ്പോൾ CPMകാർ തടയാണ്. ഒരു പ്രകടനം നടക്കുന്നു, അല്ലെങ്കിൽ ഒരു ആഹ്ലാദ പ്രകടനം നടത്തുന്ന തടയുന്നത് എങ്ങനെയാണ്? കമ്പി വടി കൊണ്ട്, പട്ടിക കൊണ്ട് അടിക്കുന്നു, കല്ലെടുത്തെറിയുന്നു. ഇന്ന് കാലത്ത് വിദേശത്തു നിന്ന് വന്ന ഒരു പ്രവർത്തകനടക്കം അദ്ദേഹത്തിന് 3 പല്ല് പോയിരിക്കുകയാണ്. മാരകമായി സ്ത്രീകളെ അടക്കം ഞങ്ങളുടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ഒരു വനിതേനടക്കം അടിച്ചു പരിക്കേറ്റിട്ടുണ്ട്. യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരുണ്ട്. UDFിൻ്റെ സജീവ പ്രവർത്തകരായ 6-7 പേരെയാണ് അടിച്ചിരിക്കുന്നത്. മാരകമായ അടിയാണ്. അതിശക്തമായ കാര്യം ഇതിൽ പ്രതിഷേധിക്കുന്നു. ശക്തമായ നടപടിയുമായി മേലധികാരി മുമ്പോട്ട് പോകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രതികളെ ഒരു നിമിഷം പോലും വെക്കാതെ അവരെ പിടിച്ച് നിയമത്തിന് മുമ്പിൽ ഹാജരാക്കണം. കാരണം ഒരു ആഹ്ലാദ പ്രകടനം ഈ രാജ്യത്ത് ആർക്കും നടത്താൻ അർഹതയില്ലേ? ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ജയിച്ച സ്ഥാനാർത്ഥിയെ കൊണ്ട് ഞങ്ങൾ വാണിമേൽ വെച്ച് ഞങ്ങളുടെ 5 പഞ്ചായത്തിൽ മൊത്തം നടത്താൻ വെച്ച ആഹ്ലാദ പ്രകടനം സന്ധ്യയാകൊണ്ട് വാണിമേൽ വെച്ച് ഞങ്ങൾ നിർത്തിയിരിക്കുകയാണ്. കാരണം പോലീസിൻ്റെ നിർദ്ദേശങ്ങൾ പരമാവധി ഞങ്ങൾ പാലിച്ചുകൊണ്ട് മേലധികാരി പറയുന്നത് ഇരുട്ടായാൽ നിങ്ങൾ നടത്തരുതെന്ന് ഞങ്ങളത് പാലിച്ച് അവിടെ വെച്ച് നിർത്താൻ തുടങ്ങുമ്പോഴാണ് ഈ വിഷയം അറിയുന്ന മരുതോങ്കര പഞ്ചായത്തിലെ ഈ പറഞ്ഞ നെല്ലിക്കുന്ന് കവലയിൽ വെച്ച് വളരെ പ്രയാസകരമായ നമ്മുടെ പ്രവർത്തകരെ അടിച്ചു പരിക്കേൽപ്പിച്ചെന്ന് പറഞ്ഞാണ് ഞങ്ങൾ പരിപാടി നിർത്തി ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇതിൽ അതിശക്തമായി ഞങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ശക്തമായ നടപടിയുമായി മേലധികാരി മുമ്പോട്ട് പോകണം. ഈ അക്രമം ഇനിയും മരുതോങ്കര മണ്ണിൽ വെച്ച് പൊറുപ്പിക്കാൻ
ഞങ്ങൾ അനുവദിക്കുകയില്ല. ഒരു കാലം ഇതുകൊണ്ടായിരുന്നു, ആ കാലമൊക്കെ കഴിഞ്ഞു പോയി. ഇനി ഒരു കാരണവശാലും ഞങ്ങൾ വളരെ ശക്തമായി പറയുന്നു, ഇടതുപക്ഷക്കാരോട് പറയാനുള്ളത്, ഇടതുപക്ഷത്ത് നല്ലവരായ ഒരു ആൾക്കാരുടെ വോട്ട് ഞങ്ങൾക്കുണ്ട്. ഇടതുപക്ഷം നല്ലവരായ ആൾക്കാർ അഭിജിത്തിന് വോട്ട് ചെയ്തില്ല ഞങ്ങൾക്ക് 23,600 വോട്ടിന് ജയിക്കാൻ സാധ്യമല്ല. അവിടെ UDF വോട്ട് കൊണ്ട് ഒരിക്കലും ഇത്ര വലിയ വോട്ടില്ല. ഈ കേരളത്തിൽ മൊത്തം നല്ലൊരു വോട്ട് ഇടതുപക്ഷത്തിലെ നല്ലവരായ പ്രവർത്തകർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇതിനകത്ത് ക്രിമിനലുണ്ട്. ആ ക്രിമിനലുകളെ ഇനി മുമ്പോട്ട് വെച്ചുകൊണ്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കുന്ന വിഷയമില്ല. അതിശക്തമായ നടപടിയുമായി മുമ്പോട്ട് പോകും. മേലധികാരി അടിയന്തരമായി നടപടിയെടുത്ത് ഇവരെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.